ഹലോ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി പറഞ്ഞ് അമ്മ പാൽക്കപ്പ കഴിച്ചിട്ട് കുറേ നാളായെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന വഴിക്ക് ഞങ്ങൾ മാത്തൻ്റെ ഒക്കെ അവിടെ നിന്ന് വന്നപ്പോഴേക്കും കപ്പയും വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അവർ കേഡ്സിന് പോയേക്കണേന്ന്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് ചെയ്യാൻ വേണ്ടിയൊക്കെ നിന്ന് റെഡിയാക്കി കഴിഞ്ഞ് അപ്പോൾ ഞാൻ സോണി പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ വേറെ തന്നെ കുറച്ചെടുത്തിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അപ്പോൾ ഇവിടെ മാതാവിൻ്റെ അല്ലല്ല എന്താണ് കൊച്ചു പുണ്യാളത്തിലെ ഇത് വെഞ്ചരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ അതൊന്ന് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ പാൽക്കപ്പയും ബീഫും, പാൽക്കപ്പയുടെ റെസിപ്പി ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിൽ കയറി നോക്കിയാൽ പാൽക്കപ്പ ഉണ്ടാക്കുന്നതിൻ്റെ അടിപൊളി റെസിപ്പി അതിലുണ്ട്. നല്ല സൂപ്പർ കപ്പയാണ് ഞാൻ കിട്ടിയത്. നല്ല തരി പോലത്തെ കപ്പയും അടിപൊളി ബീഫും. പാൽക്കപ്പയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അത് കാരണം പാൽക്കപ്പ മാത്രം എടുത്തുള്ളൂ, ഇറച്ചി അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങളുടെ പള്ളിയിലത്തെ പുതിയ രൂപം വെഞ്ചരിച്ചേക്കണത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു, കൊച്ചു പുണ്യാളത്തിയുടെ ഒരു ഗ്രോട്ടോ സ്ഥാപിക്കുന്ന കാര്യം പറഞ്ഞില്ലേ. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് കൊച്ചു പുണ്യാളത്തിയുടെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഗ്രോട്ടോ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് മാറ്റി പുതിയ, അതായത് കൊച്ചു പുണ്യാളത്തിയുടെ ഫാമിലിയിൽ എല്ലാവരും വിശുദ്ധരായി പ്രഖ്യാപിച്ചായിരുന്നില്ല കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഴയ ഇത് അവിടെ വെച്ചിരുന്നത് മാറ്റിയിട്ട് ഇങ്ങനത്തെ സ്റ്റൈലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ചെയ്യണ ആളെ കണ്ട് പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ പുള്ളി സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞു എന്നുവെച്ചാൽ പുള്ളീനെ കാണിക്കണം, പുള്ളിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പുള്ളീനെ അതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കിയത്. ഇത് ചെയ്തേക്കണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളിയിൽ ഞങ്ങളുടെ പുതിയ കൊടിമരം സ്ഥാപിച്ചേക്കണേന്ന് പറഞ്ഞില്ലേ. ഇതാണ് ഞങ്ങൾക്ക് പള്ളിയിൽ കൊടിമരം ഉണ്ടായിരുന്നത്. ഒരു പഴയ കൊടിമരം ഓർന്നു. അത് സ്കൂൾ പണിയണതിൻ്റെതായപ്പോഴത്തേക്ക് അതൊക്കെ പൊളിച്ച് കളഞ്ഞു. അപ്പോൾ അതിന് പകരമായിട്ട് പുതിയ കൊടിമരം വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഇത് തിരുക്കുടുംബത്തിൻ്റെ പള്ളിയായത് കാരണമാണ് ഈ ഇങ്ങനത്തെ രൂപം വെച്ചിരിക്കുന്നത്. ആ സെറ്റ് ഇതാത് ഉണ്ണീശോ മാതാവ്, അങ്ങനെ തിരുക്കുടുംബം ഹോളി ഫാമിലി ചർച്ചാണല്ലോ. ശരിക്കും ഇത് ഞങ്ങളുടെ ഇടവ പള്ളി അല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അച്ഛന്മാരെ വന്നിരിക്കുന്ന ഒരു ആശ്രമം പോലത്തെ പള്ളിയാണ്. ഞങ്ങളുടെ അടുത്ത് പള്ളി ഇതായത് കാരണം ഞങ്ങളിവിടെ പോകുന്ന ഇടവ പള്ളി ഉണ്ണീശോ പള്ളിയാണ്, അപ്പുറത്താണ്. അപ്പോൾ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെ എല്ലാം ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കൊടി ഇറക്കണേണ് ഈ കാണുന്നത്. കൊച്ചു പുണ്യാളത്തിയുടെയും തിരുക്കുടുംബത്തിൻ്റെയും അന്തോണി പുണ്യാളൻ്റെയും പെരുന്നാളായിരുന്നു. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രോട്ടോൻ്റെ സെറ്റപ്പൊക്കെ എല്ലാം മാറിയില്ലേ, എല്ലാം അടിപൊളിയായില്ലേ. കണ്ടോ, ഇതാണ് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഇത് കൊച്ചു പുണ്യാളത്തെയും അവരുടെ ഫാമിലി. എങ്ങനെയുണ്ട്? വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ല ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കണത്. ഇത് ചെയ്തേക്കണ ആളുടെ പേരൊന്നും എനിക്കറിയില്ല. പുള്ളിനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് അതിങ്ങനെ വീഡിയോയിൽ വരാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞ കാരണം പുള്ളി പറഞ്ഞ് എൻ്റെ വർക്ക് എനിക്ക് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഇങ്ങനെ വീഡിയോയിലൂടെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോയി ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പുള്ളീനെയും കാണിച്ചില്ല, പുള്ളി ചെയ്തുകൊണ്ടിരിക്കണേയും കാണിച്ചില്ല. ഞാൻ ആദ്യം ഇങ്ങനെ പെയിൻറ്റിങ്ങും അതേപോലെ ഇത് ചെയ്യുന്നതൊക്കെ കാണിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു നിന്നിച്ചിരുന്നത്. അപ്പോൾ അവരുടെയും കൂടെ അനുവാദം വേണമല്ലോ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ. അല്ലാണ്ട് ചുമ്മാ ഇടിച്ചേറി വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് കഴിയാൻ വേണ്ടി കാത്തിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.